അത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ല, അദ്ദേഹം വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞായിരിക്കും. കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് മണിശങ്കർ അയ്യർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളല്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, സത്യമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. അത് ഇന്നലെ AICC കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. അത് സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലാകുന്നത് കേരള സർക്കാരിന്റെ കർഷകശ്രീ അവാർഡ് നേടിയിട്ടുള്ള കർഷകനാണ്. മാതൃകാപരമായി കാർഷിക വൃത്തി ചെയ്യുന്ന ഒരു കർഷകനാണ് ഇന്നലെ ജീവൻ ഒടുക്കിയിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് കിട്ടേണ്ട തുക കിട്ടാനായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിന് കടുത്ത മനോവിഷമം ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് വാർത്തകളിലൂടെ വരുന്നത്. സങ്കടകരമായ അവസ്ഥയാണ് കേരളത്തിലെ കൃഷിക്കാരുടെ അവസ്ഥ. കഴിഞ്ഞ ദിവസം ഞാൻ പാലക്കാട് കൃഷിക്കാരുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്തിരുന്നു, പാടത്ത് പോയിട്ട്. അവർ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കേന്ദ്ര സർക്കാരിന്റെ കൂടെയിട്ടുള്ള മാച്ചിങ് സബ്സിഡി ഗ്രാന്റ് 2 രൂപയിലധികം ഈ സർക്കാർ കുറച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ആ കുറച്ച 6.31 രൂപയും കൊടുക്കേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഇപ്പൊ ഫലത്തിൽ ഇരട്ടടിയാണ് കൃഷിക്കാരന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കടക്കണിയിലാണ് അവർ, മറുഭാഗത്ത് കാർഷിക മേഖലയിലുണ്ടാകുന്ന പ്രകൃതിക്ഷോഭവും അതുപോലുള്ള പ്രശ്നങ്ങളും മൂലമുണ്ടാകുന്ന ദുരിതക്കയത്തിൽ നിന്നും അവരെ രക്ഷിക്കാനും സഹായിക്കാനും സർക്കാരുകൾ ഇല്ലാത്ത അവസ്ഥയാണ്. ഇതുകൊണ്ടാണ് കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നത്. കേരളത്തെ മനസ്സിരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഒരു കേരള സർക്കാരിന്റെ കർഷക അവാർഡ് നേടിയ ഒരു കൃഷിക്കാരൻ ജീവൻ ഒടുക്കിയ സംഭവം. അത് കേരളത്തിലിപ്പം പോലീസിന്റെ മുന്നിൽ കേരളത്തിലിപ്പോ ഒരു ഒറ്റ വിഭാഗം അവർക്ക് ഒരു നടപടിയെടുക്കാൻ ഏതെങ്കിലും പോലീസുകാരൻ പോയാൽ ആ പോലീസുകാരനെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഫാമിലിയായിട്ട് ഒരു സ്വകാര്യ സന്ദർശനത്തിന് പോകുന്ന പോലീസുകാരനെ ഒളിഞ്ഞിരുന്ന് അടിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ കഴിയുമോ നമുക്ക്? നിയമസമാധാന ഡ്യൂട്ടിക്കകത്ത് വെച്ച് സംഘർഷങ്ങൾ ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങൾ ഉണ്ടാക്കും, നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരാളെ കാത്തിരുന്ന് കുടുംബവുമായിട്ട് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ കാത്തിരുന്ന് അദ്ദേഹത്തെ വകവരുത്താൻ ശ്രമിക്കുക, ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നിട്ടും ഒരു കൂസലുമില്ലാതെ നടക്കുകയാണ് സർക്കാർ. ഒരു നടപടിയുമില്ല. എങ്ങനെ പോലീസുകാരുടെ വീര്യം ഉണ്ടാവും? പോലീസുകാർക്ക് എങ്ങനെ പോലീസുകാർ പ്രവർത്തിക്കും? സത്യസന്ധമായി നീതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പോലീസുകാരോട് നിങ്ങളത് ചെയ്യണ്ട, നിങ്ങൾ സഖാക്കൾ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി എന്നുള്ള മെസ്സേജ് അല്ലേ? അതും ക്രിമിനലുകൾ ചെയ്യുന്ന പറഞ്ഞത് മാത്രം മതി എന്നുള്ള മെസ്സേജ് അല്ലേ? ഇത് ഒന്നിനു മാത്രമാണോ? TP ചന്ദ്രശേഖരനെ കൊന്നവരായാലും ശരത് ലാൽ കൃപേഷിനെ കൊന്നവരായാലും അതുപോലെ ഷുഹൈബിനെ കൊന്നവരായാലും കൊലയാളികൾക്ക് ജയിലിൽ കിട്ടുന്ന പരിരക്ഷ ഒക്കെ അറിയാം. അവരെല്ലാം പ്രിവിലേജ് ക്ലാസ്സാണ്. അവർ കൊലപാതകികളല്ല. അവർ മറ്റു പൗരന്മാരെക്കാൾ കൂടുതൽ പ്രിവിലേജ് അനുഭവിക്കുന്നവരായിട്ട് മാറിയിരിക്കുകയാണ്. ഈ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കുക, നിയമസമാധാനം എന്നൊന്ന് നടപ്പിലാക്കാൻ താല്പര്യമുള്ള ഒരു പോലീസ് സംവിധാനത്തിലേക്കല്ല കേരള സർക്കാർ, മറിച്ച് അനാർക്കിയിലേക്ക് കൊണ്ടുപോകാനാണ്. അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം ഒരു അന്ത്യം വരും ദിവസങ്ങളിൽ ഉണ്ടാവും.